നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ സ്വദേശി സന്ദീപിന് യാത്രാമൊഴി നൽകി നാട്. നൂറുകണക്കിന് ആളുകളാണ് സന്ദീപിനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി വീട്ടിലെത്തിയത്. ദേശീയപാതയിൽ പീച്ചി കല്ലിടുക്കിൽ 2.5 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ മുഖ്യപ്രതിയടക്കം 5 പേർ പിടിയിൽ. ബുധനാഴ്ചയായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും പണി കഴിപ്പിച്ച ഏകദേശം 2.5 കിലോ സ്വർണം കവർച്ച നടന്നത്. പാലപ്പിള്ളി ചിമ്മിനി ഡാം സൈറ്റിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനം അനിശ്ചിതമായി നീളുന്നു. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി കോൺക്രീറ്റ് ഡാമിന്റെ മുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ട് 8 വർഷം പിന്നിട്ടു. വൃക്കരോഗവും ക്യാൻസറും ബാധിച്ച് വലയുന്നവർക്ക് ചികിത്സാ സഹായം നൽകാൻ ലക്ഷ്യമിട്ട് മൂന്നുമുറിയിലെ പ്രതീക്ഷാ കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. 15 പേർക്ക് വീൽ ചെയർ വിതരണം ചെയ്ത് ആമ്പലൂർ റീച്ച് പീപ്പിൾസ് സൊസൈറ്റിയുടെ 5ാം വാർഷികം സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പത്തുകുളങ്ങര കോടാലി വെള്ളിക്കുളങ്ങര സംയുക്ത മഹലിന്റെ നേതൃത്വത്തിൽ ബഹുജന മിലാദ് റാലി സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ഇല്യാസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സെന്റ് ജോൺ കോൺഫറൻസിൽ സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ തിരുനാളും 78ാം വാർഷികവും ആഘോഷിച്ചു. കൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് യാത്രാമൊഴി നൽകി നാട്. നിരവധി ആളുകളാണ് സന്ദീപിനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും വീട്ടിലെത്തിയത്. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് യാത്രാമൊഴി നൽകി നാട്. നിരവധി ആളുകളാണ് സന്ദീപിനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും വീട്ടിലെത്തിയത്. മന്ത്രി K രാജൻ റീത്ത് സമർപ്പിച്ച ശേഷം സന്ദീപിന്റെ അച്ഛൻ ചന്ദ്രനെയും സഹോദരനെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവരും നൂറുകണക്കിന് ആളുകളും സന്ദീപിന്റെ വീട്ടിലെത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3-നാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. സന്ദീപിന്റെ സഹോദരൻ സംഗീതും ബന്ധുക്കളും ചേർന്നാണ് നോർക്ക പ്രതിനിധികളിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയത്. 6:15 മൃതദേഹം നായരങ്ങാടിയിലെ വീട്ടിലെത്തിച്ചു. 11 മണിക്ക് സംസ്കാര ചടങ്ങുകൾക്കായി വടൂക്കര ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. 1.5 മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കും ഒടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഡോണസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. സന്ദീപും മറ്റു 3 പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്. ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത്. റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായത്. പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത്. സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു. ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടിയത്. നമുക്ക് ഓഗസ്റ്റ് 19 സന്ദീപിന്റെ മരണ വാർത്ത നമ്മൾ അറിയുന്നു. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്കിലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് നേരിട്ട് അറിയിക്കുന്നത്. അപ്പം ആ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ നോർക്കിനെ ആ ദിവസം തന്നെ അറിയിക്കുകയും സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പം തന്നെ എംബസിയുമായിട്ട് ടേക്കപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവിടുത്തെ പ്രൊസീജിയർ കുറച്ച് നീണ്ടിരിക്കുന്നതാണ്. കാരണം റഷ്യയിൽ ഓൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സന്ദീപിന്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. പാലപ്പിള്ളി ചിമ്മിനി ഡാം സൈറ്റിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനം അനിശ്ചിതമായി നീളുന്നു. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി കോൺക്രീറ്റ് ഡാമിന്റെ മുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ട് 8 വർഷം പിന്നിട്ടു. പാലപ്പിള്ളി ചിമ്മിനി ഡാം സൈറ്റിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനം അനിശ്ചിതമായി നീളുന്നു. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി കോൺക്രീറ്റ് ഡാമിന്റെ മുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ട് 8 വർഷം പിന്നിട്ടു.
വനമേഖലയിൽ ചുറ്റപ്പെട്ട ചിമ്മിനി ഡാമിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി എത്തുന്നത്. വനം ഇറിഗേഷൻ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിയും KSRTCയുടെ പ്രത്യേക സർവീസും സജീവമാകുന്നതോടെ ചിമ്മിനി ഡാം കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കും. ഡാം സൈറ്റിലേക്ക് സെപ്റ്റംബർ 13 മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ചിമ്മിനി ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ, KK രാമചന്ദ്രൻ MLA എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു തീരുമാനം. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി നിലവിലുള്ള ട്രക്കിംഗ്, സൈക്ലിംഗ്, കൊട്ടവഞ്ചി യാത്ര എന്നിവയോടൊപ്പം ഡാം സൈറ്റിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ നടപടി സ്വീകരിക്കാനായിരുന്നു തീരുമാനം. ഡാം ടൂറിസത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ജലസേചന വകുപ്പ് നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കും കഫറ്റീരിയയും പ്രവർത്തന സജ്ജമാണ്. പഞ്ചായത്തിന്റെ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡാം ടൂറിസത്തിലെ ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി ടൂറിസം ഫണ്ടും MLA ഫണ്ടും സംയുക്തമായി വിനിയോഗിച്ച് ചിമ്മിനി ടൂറിസം പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും അന്തിമഘട്ടത്തിലാണ്. ജലസേചന വകുപ്പ് ചിമ്മിനി ഡാം ടൂറിസവുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പുമായി ചേർന്ന് പുതിയ DPR തയ്യാറാക്കിയിട്ടുണ്ട്. ഡാം സന്ദർശിക്കാൻ പ്രവേശന ടിക്കറ്റ് സംവിധാനം ഉൾപ്പെടുത്തി ആ വരുമാനം നവീകരണ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്ന കാര്യം ഉൾപ്പെടെ ചിമ്മിനി ഡാം ടൂറിസം വികസനത്തിനായി ടൂറിസം കമ്മിറ്റി രൂപീകരിക്കും. ചിമ്മിനിയിലെ നിലവിലുള്ള സൈക്ലിങ്ങിനും ട്രക്കിങ്ങിനും പുറമെ പുതിയ ട്രക്കിംഗ് റൂട്ടുകൾ തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രവേശനം നിരോധിച്ചിരിക്കുന്ന ഡാം സൈറ്റിലേക്ക് കൂടി സഞ്ചാരികളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് അധികൃതർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ വിഷയത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇല്ലെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള മെല്ലെപ്പൊക്കാണ് ഇക്കാര്യത്തിൽ തീരുമാനം വൈകുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കണമെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ അനുകൂലമായ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ചിമ്മിനി ഡാമിലേക്ക് എത്തുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ. ഒരു ഡാമിന്റെ സൗന്ദര്യം ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ കഴിയുക ആ ഡാമിന്റെ മുകളിൽ നിന്നാണ്. എന്നാൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ ചിമ്മിനി ഡാമിന്റെ ഡാം ടോപ്പിലേക്കുള്ള ഈ പ്രവേശന കവാടം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 9 വർഷത്തോളമായി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ്, സുരക്ഷാ ക്രമീകരണങ്ങൾ പറഞ്ഞാണ് ഈ പ്രവേശന കവാടത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ചിമ്മിനി ഡാമിൽ ഒരുങ്ങുകയാണ്. നിരന്തരം നിരവധി വിനോദസഞ്ചാരികളാണ് ഈ ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡാമിന്റെ മുകളിലേക്കുള്ള ഈ പ്രവേശന കവാടം തുറക്കാൻ സർക്കാരിന്റെ അനുമതി കാത്തിരിക്കുകയാണ് വിനോദസഞ്ചാരികളും ഒപ്പം ചിമ്മിനി ഡാമിലെ അധികൃതരും. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. 3 മുറിയിലെ പ്രതീക്ഷാ കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വൃക്കരോഗവും ക്യാൻസറും ബാധിച്ച് വലയുന്നവർക്ക് ചികിത്സാ സഹായം നൽകാൻ ലക്ഷ്യമിട്ടാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ ആദ്യ ബിരിയാണി പാക്കറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷാ കൂട്ടായ്മ കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MS സുമേഷ്, ഷൈനി ബാബു, KT ഹിതേഷ്, പ്രതീക്ഷാ കൂട്ടായ്മ പ്രതിനിധി സിൻഡോ ചേറു എന്നിവർ പ്രസംഗിച്ചു. കോവിഡ് സമയത്ത് 3 മുറിയിലും പരിസരത്തുമുള്ള ഒരു കൂട്ടം യുവജനങ്ങൾ ചേർന്നാണ് ഫ്രണ്ട്സ് ഓഫ് ബാപ്റ്റിസ്റ്റ് പ്രതീക്ഷാ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. നാട്ടിലുള്ളവരും വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായ സുമനസ്സുകളുടെ സഹായത്തോടെ ഇതിനകം ഒട്ടേറെ പേർക്ക് സാന്ത്വനമാകാൻ പ്രതീക്ഷാ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാസം തോറും രോഗികളും നിർധനരുമായ 20 പേർക്ക് പെൻഷനും അടിയന്തര ഘട്ടങ്ങളിൽ 10,000 മുതൽ 25,000 രൂപ വരെ ധനസഹായവും കൂട്ടായ്മ നൽകി വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഒക്കെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രോഗം വന്നിട്ട് അതിന് ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. അവസാന നിമിഷം വരെ നമ്മുടെ മലയാളികൾ ലോകത്തിരുന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. പദ്ധതിയുടെ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മൾക്കെല്ലാം അറിയപ്പെടുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും
ദേശീയപാതയിൽ പീച്ചി കല്ലിടുക്കിൽ 2.5 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ മുഖ്യപ്രതിയടക്കം 5 പേർ പിടിയിൽ. ബുധനാഴ്ചയായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും പണി കഴിപ്പിച്ച ഏകദേശം 2.5 കിലോ സ്വർണവുമായി വാഹനത്തിൽ മടങ്ങി വന്നിരുന്ന 2 പേരെ 3 വാഹനങ്ങളിൽ വന്ന സംഘം തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് തട്ടിയെടുത്തത്. സ്വർണം കൊണ്ടുവന്ന വാഹനത്തിന്റെ ഗ്ലാസ് തല്ലിപ്പൊളിച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മറ്റൊരു വാഹനത്തിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തെന്നാണ് കേസ്. പത്തനംതിട്ട സ്വദേശികളായ റോഷൻ വർഗീസ്, ഷിജോ വർഗീസ്, തൃശൂർ SN പുരം ഊളക്കൽ വീട്ടിൽ സിദ്ദിഖ്, നെല്ലായി കൊളത്തൂർ തൈവളപ്പിൽ വീട്ടിൽ നിശാന്ത്, കയ്പമംഗലം സ്വദേശി നിഖിൽനാഥ് എന്നിവരെയാണ് മണ്ണുത്തി, പീച്ചി, വിയൂർ, ഒല്ലൂർ പോലീസ് അന്വേഷണ സംഘം സാഗോക് സ്ക്വാഡിന്റെ സഹായത്തോടെ പിടികൂടിയത്. സിദ്ദിഖ്, നിശാന്ത്, നിഖിൽനാഥ് എന്നിവരെ വെള്ളിയാഴ്ച പുലർച്ചെ 3:30 കുതിരാനിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ലയിൽ നിന്ന് ഷിജോ വർഗീസ്, റോഷൻ വർഗീസ് എന്നിവരെ പിടികൂടിയത്. പ്രതികൾ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യാജ നമ്പർ പ്ലേറ്റ് അന്വേഷണത്തിൽ വെല്ലുവിളിയായിരുന്നു. സ്ക്വാഡിനും പോലീസുകാർക്കും കിട്ടിയ രഹസ്യ വിവരമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. പ്രതികൾ ഉപയോഗിച്ച 2 വാഹനങ്ങളും പിടികൂടി. മോഷണത്തിന്റെ പ്രധാന സൂത്രധാരൻ റോഷൻ വർഗീസ് ആണെന്നും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ് അറിയിച്ചു. മറ്റ് പ്രതികൾക്കുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. നിരവധി കേസുകളിൽ പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ ഉപേക്ഷിച്ച കാർ നടത്തറയിൽ നിന്നും കണ്ടെത്തി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS, ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരൻ, പീച്ചി ഇൻസ്പെക്ടർ അജിത്ത്, മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ KC ബൈജു, വിയൂർ സബ് ഇൻസ്പെക്ടർ ന്യൂമാൻ, സാഗോക് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ PM റാഫി, പഴനിസ്വാമി, അജിത് കുമാർ, രജിത, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രദീപ്, ദിലീപ്, മനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ്, അബീഷ് ആന്റണി, അനിൽകുമാർ, നിതീഷ്, സെബാസ്റ്റ്യൻ, വിഷ്ണു, സൈബർ സെൽ വിഭാഗത്തിലെ സബ് ഇൻസ്പെക്ടർ TD ഫീസ്റ്റോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ കുടുക്കിയത്. 15 പേർക്ക് വീൽ ചെയർ വിതരണം ചെയ്ത് ആമ്പല്ലൂർ റിച്ച് പീപ്പിൾസ് സൊസൈറ്റിയുടെ 5ാം വാർഷികം സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. റിച്ച് പീപ്പിൾസ് സൊസൈറ്റിയുടെ വെബ്സൈറ്റ് ലോഞ്ചും പ്രോജക്ട് എംപവർ 365ന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ്, പ്രിൻസ്, വീക്ഷണം റിപ്പോർട്ടർ വിനീത, തണൽ ട്രസ്റ്റ് സ്ഥാപകൻ ബഷീർ എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ കോളേജിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ജോയിയെ ചടങ്ങിൽ ആദരിച്ചു. റിച്ച് പീപ്പിൾസ് സൊസൈറ്റി പ്രസിഡന്റ് ലിസ് മെറിൻ പീറ്റർ, സെക്രട്ടറി ഗോഡ്വിൻ T പോൾസൺ, ട്രഷറർ ആഗ്നസ് മൈക്കിൾ എന്നിവർ സന്നിഹിതരായി. റിച്ച് 5 വർഷക്കാലമായി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും യുവത്വമുള്ള ഒരു സംഘം ആരംഭിക്കുകയും നമ്മുടെ സമൂഹത്തിലെ അശരണരും ആലംബഹീനരും ചേതനയേറ്റവരും സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് പല കാരണങ്ങളാലും മാറ്റി നിർത്തപ്പെട്ടവരുമായ മനുഷ്യരുടെ കൂടി വളരെ സന്തോഷമുണ്ട്. ഈ വളരെ ചെറു പ്രായത്തിലുള്ള കുട്ടികളുടെ കൂട്ടായ്മ അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. പ്രസംഗം പിന്നീടൊരു അവസരത്തിൽ നടത്താനുള്ള അവസരം കിട്ടുമെന്നാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ മെറിൻ പീറ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ കണ്ടുമുട്ടാം. 2:45 ഇവിടുന്ന് ഇറങ്ങിയാലാണ് 3 മണിക്ക് എത്തേണ്ടത്. ഒരു പ്രത്യേക പരിപാടി തൃശ്ശൂരിലുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ ജോയിയുടെ ഞാൻ ആദ്യമായിട്ടാണ് ആളെ പരിചയപ്പെടുന്നത് കാണുന്നത്. എന്തായാലും പ്രസംഗത്തിലൂടെയല്ല പ്രവൃത്തിയിലൂടെ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ റിച്ച് പീപ്പിളിന് വേണ്ടിയിട്ട് 1000 ആശംസകൾ നൽകുന്നു. സൊസൈറ്റിയുടെ തുടക്കം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും അടുത്ത് നിന്ന് നോക്കിക്കാണുവാനും അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഒരുവിധം ഗുണം ലഭിക്കുവാനും അവസരം കിട്ടുന്ന ഒരാളാണ് ഞാൻ. സംരംഭയാണ് ഞാൻ. എൻ്റെ അനിയൻ ഇതിലൊരു അംഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ വലിയ ഇതുമായിട്ടൊന്നുമല്ല ഞാൻ ചെയ്തു കൊടുത്തത്. ഞാനും ഇങ്ങനൊരു ചെറിയൊരു ഭാഗമാവാൻ എനിക്കിതിൽ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഞാനിത് ചെയ്തു കൊടുത്തത്. വലിയ നന്മയുള്ള മക്കളാണ്. ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളുടെ ഒരു സദസ്സ് തന്നെയാണ്. അതുപോലെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മക്കളെ മാതൃകയാവുന്ന ഒരു സമൂഹം തന്നെ നമ്മൾ 1991 ഡിസംബർ 2
ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ ക്രിസ്തുവിനെ ശരിക്കും അറിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ നാട് വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിൻ്റെ തുടക്കകാലമായിരുന്നു. 2018 അതിലും വലിയ വെള്ളപ്പൊക്കത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. പത്തുകുളങ്ങര, കോടാലി, വെള്ളിക്കുളങ്ങര സംയുക്ത മഹലിന്റെ നേതൃത്വത്തിൽ ബഹുജന മിലാദ് റാലി സംഘടിപ്പിച്ചു. കോടാലി ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച റാലി ആൽത്തറയ്ക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇല്യാസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. കോടാലി മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. പത്തുകുളങ്ങര മഹല്ല് ഖത്തീബ് സാജിദ് മാന്നാനി നബിദിന സന്ദേശം നൽകി. വെള്ളിക്കുളങ്ങര മഹല്ല് ഖത്തീബ് നൌഫൽ ബാഖഫി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദ് ഖത്തീബ് ഷിഹാബ് ബാഖഫി കാങ്കോൽ, ഹുസൈൻ അരീപ്പുറം, മൊയ്തുട്ടി കിളിയമണ്ണിൽ, ലത്തീഫ് കൊല്ലേരി, കമറുദ്ദീൻ ഇടശ്ശേരി, റഹീം കൊതുവിൽ, കുഞ്ഞു മുഹമ്മദ് നമ്പ്യാംകുളം, MN നിസാം, റിയാസ് കൊരട്ടിപ്പറമ്പിൽ, ഷറഫുദ്ദീൻ പുള്ളാട്ടിൽ, ഹക്കീം കളിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സെന്റ് ജോൺ കോൺഫറൻസിൽ സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ തിരുനാളും 78ാം വാർഷികവും ആഘോഷിച്ചു. ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഫറൻസ് പ്രസിഡന്റ് PL ഷാജൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ക്ലിന്റൺ പെരിഞ്ചേരി, സിസി പ്രസിഡന്റ് TL ജോർജ്, AC പ്രസിഡന്റ് MR ജോസ്, CC വൈസ് പ്രസിഡന്റ് ജോണി വെളയനാട്ടുകാരൻ, കോൺഫറൻസ് സെക്രട്ടറി വർഗീസ് മഞ്ഞളി, കൈക്കാരൻ ജോസ് തെക്കേത്തല, ഏകോപന സമിതി പ്രസിഡന്റ് വർഗീസ് ആലപ്പാട്ട്, കോൺഫറൻസ് ട്രഷറർ PT ക്ലീറ്റസ്, കോൺഫറൻസ് അംഗം CO വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഇടവക മധ്യസ്ഥനായ ലോന മുത്തപ്പനോടും സെന്റ് വിൻസെന്റ് പോൾ പുണ്യവാനോടും പ്രാർത്ഥനയും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ 78ാമത് വാർഷിക ആഘോഷത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് വിൻസെന്റ് പോൾ പുണ്യവാന്റെ തിരുനാളും അതോടൊപ്പം തന്നെ സംഘടന പറപ്പൂക്കര ഇടവകയിൽ സ്ഥാപിതമായി പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ 78ാം വാർഷികവും സംയുക്തമായി ആഘോഷിക്കുന്നതിൻ്റെ പാലപ്പിള്ളി ചിമ്മിനി ഡാം പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ച് കാട് വളർന്നു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. വള്ളിപ്പടർപ്പുകളും പുല്ലുകളും വളർന്നു നിൽക്കുന്നതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. ചിമ്മിനി ഡാമിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് അപകട ഭീതിയിലായിരിക്കുന്നത്. പാലപ്പിള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള വഴിയിലെ കാട് പൂർണ്ണമായി നീക്കം ചെയ്ത് യാത്രക്കാർക്ക് ഭയം കൂടാതെ സഞ്ചരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കൊടകര സെക്ഷൻ PWD AEക്ക് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. പാലപ്പിള്ളി PWD റോഡിലെ സൈഡിലുള്ള കാട് വിനോദസഞ്ചാരികൾക്ക് വളരെ ഭീഷണിയായിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് നിരവധി പശുക്കളെ പുലി കൊല്ലുകയുണ്ടായി. വിനോദസഞ്ചാരികൾ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ പുലിയെ പേടിച്ചുകൊണ്ടാണ് റോഡിൽ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പാലപ്പിള്ളി ചിമ്മിടാൻ റോഡിലെ കാട് വെട്ടി നീക്കി വിനോദസഞ്ചാരികൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ പുതുക്കാട് കൊടകര സെക്ഷൻ PWD AEക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്നാണ് നമ്മുടെ ആവശ്യം. വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ കാടുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പട്ടികജാതി ക്ഷേമ സമിതി വെള്ളിക്കുളങ്ങര ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് KK ശിവൻ അധ്യക്ഷത വഹിച്ചു. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PC ഉമേഷ്, PKS കൊടകര ഏരിയ പ്രസിഡന്റ് PV മണി, ലോക്കൽ സെക്രട്ടറി KK ഷാജു, PK രാജൻ, സംഗീത സജീവൻ, KS അശ്വിൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് KK ശിവൻ, സെക്രട്ടറി KK ഷാജു, ട്രഷറർ സംഗീത സജീവൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഏതാണ്ട് 3000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ CMS സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് പട്ടാളം റോട്ടിലുള്ള BSNL ഓഫീസിന്റെ മുൻപിൽ ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗൈഡ്സ് 3 ദിന ക്യാമ്പ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസ് നേതൃത്വം നൽകി. തൃശൂർ എക്സൈസ് ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സൺ PM ജദീർ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പൊളിറ്റിക്കൽ സയൻസ് അധ്യാപിക KR ശ്രുതി സന്നിഹിതയായി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
രാജാക്കാട് ഗവൺമെന്റ് ITIയിലെ NCVT കോഴ്സുകളായ വെൽഡർ, പ്ലംബർ എന്നീ ഏകവത്സര ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യത SSLC. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുടെ ഒറിജിനലും അവയുടെ പകർപ്പുകൾ, 4 ഫോട്ടോ, അപേക്ഷ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്നിവ സഹിതം സെപ്റ്റംബർ 30 ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ നേടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 0468241813, മൊബൈൽ നമ്പറുകൾ: ആദ്യ നമ്പർ 9895707399, അടുത്ത നമ്പർ 8547572772, അടുത്ത നമ്പർ 8593094385. ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള AAY PHH റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും ഒക്ടോബർ 1 ഇ-പോസ് മെഷീനിൽ അവരുടെ ആധാർ അപ്ഡേഷൻ നടത്തേണ്ടതാണെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. അംഗങ്ങൾ എല്ലാവരും ആധാർ കാർഡ്, റേഷൻ കാർഡ് സഹിതം നേരിട്ടെത്തി ഇ-പോസിൽ വിരൽ പതിപ്പിക്കണം. എല്ലാ റേഷൻ കടകളിലും ഇതിനായി ഒരുക്കിയ പ്രത്യേക ബൂത്തുകളിലും ആധാർ അപ്ഡേഷൻ നടത്തുന്നതിന് സൗകര്യം ഉണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 7095 രൂപ, പവന് 56,760 രൂപ. ആമ്പലൂർ വെണ്ടൂർ പള്ളത്തുമുറി ബാലൻ ഭാര്യ അമ്മിണി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. രുക്മിണി, രാജൻ, ശൈലജൻ, പരേതരായ ചന്ദ്രൻ, ഗോപി എന്നിവർ മക്കളും. ഓമന, മണി, ലത, റീന, പരേതനായ കൊച്ചുണ്ണി എന്നിവർ മരുമക്കളുമാണ്. മറ്റത്തൂർ ചുങ്കാൽ ചിറ്റിനപ്പള്ളി റിട്ടയർഡ് പോലീസ് കോൺസ്റ്റബിൾ റപ്പായി ജോസ് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റഷ്യയിൽ കൊല്ലപ്പെട്ട കല്ലൂർ സ്വദേശി സന്ദീപിന് യാത്രാമൊഴി നൽകി നാട്. നൂറുകണക്കിന് ആളുകളാണ് സന്ദീപിനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി വീട്ടിലെത്തിയത്. ദേശീയപാതയിൽ പീച്ചി കല്ലിടുക്കിൽ 2.5 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിൽ മുഖ്യപ്രതിയടക്കം 5 പേർ പിടിയിൽ. ബുധനാഴ്ചയായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും പണി കഴിപ്പിച്ച ഏകദേശം 2.5 കിലോ സ്വർണം കവർച്ച നടന്നത്. പാലപ്പിള്ളി ചിമ്മിനി ഡാം സൈറ്റിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനം അനിശ്ചിതമായി നീളുന്നു. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി കോൺക്രീറ്റ് ഡാമിന്റെ മുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ട് 8 വർഷം പിന്നിട്ടു. വൃക്കരോഗവും ക്യാൻസറും ബാധിച്ച് വലയുന്നവർക്ക് ചികിത്സാ സഹായം നൽകാൻ ലക്ഷ്യമിട്ട് മൂന്നുമുറിയിലെ പ്രതീക്ഷാ കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. 15 പേർക്ക് വീൽ ചെയർ വിതരണം ചെയ്ത് ആമ്പലൂർ റീച്ച് പീപ്പിൾ സൊസൈറ്റിയുടെ 5ാം വാർഷികം സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പത്തുകുളങ്ങര കോടാലി വെള്ളിക്കുളങ്ങര സംയുക്ത മഹലിന്റെ നേതൃത്വത്തിൽ ബഹുജന മിലാദ് റാലി സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം ഇല്യാസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സെന്റ് ജോൺ കോൺഫറൻസിൽ സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ തിരുനാളും 78ാം വാർഷികവും ആഘോഷിച്ചു. കൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.